സ്വർണം പോലീസ് സ്റ്റേഷനിൽ നിന്നും കാണാതായി. നാട്ടുകാർ സ്റ്റേഷനിൽ ഏൽപ്പിച്ച 10 ലക്ഷം രൂപയുടെ സ്വർണമാണ് മലപ്പുറം കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കാണാതായത്. വിമാനത്താവളത്തിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കളഞ്ഞുകിട്ടിയ ആഭരണവും കാണാതായ കൂട്ടത്തിലുണ്ട്. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേർന്നു. ശാന്തകുമാർ, എന്താണ് സംഭവം? സേതു, ഗുഡ് മോർണിംഗ്. ഒരു വല്ലാത്ത കഥയാണിത്. അതായത് ഈ പോലീസ് സ്റ്റേഷനിലാണ് കളഞ്ഞു കിട്ടിയ സ്വർണ്ണമെല്ലാം നാട്ടുകാർ സാധാരണ ഏൽപ്പിക്കുക. അത് സത്യസന്ധതയുടെ കൂടി പേരിലാണ് ആളുകൾ ഇത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക. കാരണം അവിടെ നിന്ന് അത് യഥാർത്ഥ ഉടമയ്ക്ക് നൽകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയേ കൊടുക്കുക. അങ്ങനെ 2018 മുതൽ ഈ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച, നാട്ടുകാർ തന്നെ ഏൽപ്പിച്ച സ്വർണ്ണാഭരണമാണ്. അതിൽ വളയുണ്ട്, കമ്മലുണ്ട്, നെക്ലസ് ഉണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്. അങ്ങനെ ഏകദേശം ഒരു 9 പവനോളം സ്വർണം ഉണ്ട്. അതാണ് ഈ 2024 അതുപോലെ സമാനമായ രീതിയിൽ അത്തരം ആഭരണങ്ങൾ അവിടെ ലഭിച്ചിട്ടുണ്ട്. ഇവയൊന്നും ഇപ്പോൾ അവിടെ കാണാനില്ല. പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇപ്പോൾ ഇവ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇവ എവിടെ പോയി എന്നുള്ളത് അതാത് സമയങ്ങളിലുള്ള SHOമാരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ച സ്വർണ്ണമാണ് കാണാതാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഇത് ഇനി എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ള ചോദ്യം പൊതുവെ എല്ലാവരും നിന്ന് ഉയർന്നു വരും. കാരണം ഈ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഈ കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ തന്നെ കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ ലഹരി കച്ചവടക്കാരുമായി ബന്ധമുണ്ട് എന്നുള്ള കണ്ടെത്തി തന്നെ പോലീസ് ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. അത്തരത്തിലുള്ള അനധികൃത അല്ലെങ്കിൽ അവിഹിത ഏർപ്പാടുകളെല്ലാം നടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ കൂടിയായി മാറിയിട്ടുണ്ട് ഈ കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ. അതിനിടയിലാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ നേരത്തെ കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണം കൂടി കാണാതായ ഒരു സംഭവം കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സേതു, ഓക്കെ, ശരി. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. എന്താ അല്ലേ